സംഘർഷം. റെനയ്ക്കും ഷാനവാസിനും ലാലേട്ടൻ വരുമ്പോൾ 2 എപ്പിസോഡ് കാണുവാൻ ലാലേട്ടനെ കഴിയില്ല. മസ്താനിക്ക് ലാസ്റ്റ് വാണിംഗ്. നമുക്ക് പുതിയ പ്രൊമോയും അപ്ഡേറ്റും നോക്കാം. പുതിയൊരു പ്രൊമോ വരുന്നത് പണിപ്പുര ടാസ്ക് ഇപ്പോൾ വൈൽഡ് കാർഡും പിന്നെ ഹൗസിനുള്ളിലുള്ള 2 ടീമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പണിപ്പുര ടാസ്കിന്റെ ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് നമ്മൾ. അപ്പം ടാസ്കില് പോയിന്റ് കിട്ടിയ ഇത് വെച്ചിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള പണിപ്പുര ടാസ്കിലേക്കുള്ള ആ ഒരു എൻട്രിയില് ഇടിച്ചു കയറുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്ന സാധനം വെസറടിച്ച് കഴിയുമ്പോഴേക്ക് സാധനങ്ങൾ വലിച്ചെറിയുന്നു. അക്ബറും ജിഷിനും കൂടെ കയ്യാങ്കളി ഉണ്ടാന്ന് തോന്നുന്നു, എന്തൊക്കെയോ വലിച്ചെറിയുന്നു. അങ്ങനെ എന്തൊക്കെയോ ഇന്നത്തെ പ്രൊമോയില് ഒരു വലിയ സംഭവം അവിടെ പണിപ്പുര ടാസ്കിനകത്ത് നടന്നിട്ടുണ്ട്. അതിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. അതാണ് ഒരു ലേറ്റസ്റ്റ് ഇന്നത്തെ കാര്യം പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മസ്താനി. റെന ഫാത്തിമയ്ക്ക് ആണ് നമ്മൾ ഇതിനകത്തിൽ ചീവീടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് റെന ഫാത്തിമ. ഒരു നാക്കിന് ഒരു പ്രായത്തിന്റെ പക്വത ഇല്ലാത്ത വർത്താനങ്ങള്, ടാസ്കും ഗെയിമും ഒക്കെ ഇതിനകത്തിൽ ഇപ്രാവശ്യം വീക്കിലി ടാസ്കുകളോ അല്ലെങ്കിൽ മൈൻഡ് ഗെയിമോ ഫിസിക്കൽ ഗെയിമോ ഒന്നും കൂടുതൽ ബിഗ് ബോസ് കൊടുക്കാതെ എന്താണ് ഇത്ര ഇങ്ങനെ ലാഗ് ചെയ്യിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഓണമായിട്ട് പോലും ഇന്നലെയൊക്കെ ഓരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കയറുന്നത്. പക്ഷെ ഈ വൈൽഡ് കാർഡൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ട് കയറുന്നു. അവർക്ക് ഒരു വലിയ ടഫായിട്ടുള്ള കാര്യം ബിഗ് ബോസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ ഒരു ഇത്രയും 3 ആഴ്ച കഴിയുന്ന ഒരു വേളയില് ബിഗ് ബോസിന്റെ പ്രവർത്തനം, ടാസ്കുകളൊക്കെ നോക്കിയാൽ, ആക്ടിവിറ്റി ഒക്കെ നോക്കിയാൽ ഭയങ്കരമായ ഡൗൺ ആണെന്ന് വേണം പറയാം. മസ്താനിക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുത്തേക്കാണ്. കാര്യം അബ്യൂസീവ് വേർഡ്സും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിനെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കുള്ള ഇവര് മസ്താനി ജിഷിനും അങ്ങ് ദേഷ്യപ്പെടുക, അങ്ങ് വിവാദം ഉണ്ടാക്കുക. അവരുടെ ധാരണ ഇതിനകത്ത് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യാൻ ഇവർക്ക് പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയിലുള്ള പോക്കാണ് ഇപ്പൊ കാണുന്നത്. അതുപോലെ തന്നെ അക്ബറും പിന്നെ ഷാനവാസും കൂടെ അടിയുണ്ട്. ഇന്നലെ ഒരു കരച്ചിലൂടെ അവര് ഒന്നിച്ചിട്ടുമുണ്ട്. അതൊരു നല്ല വാർത്തയായിരുന്നു. ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷിനെതിരെ പലരും പല ഇതുണ്ടാക്കുന്നുണ്ട്. അത് മസ്താനിയുണ്ട്, അതുപോലെ ജിഷിനുണ്ട്, ഇവരെല്ലാം തിരിയുന്നുണ്ട്. പക്ഷെ അനീഷിന്റെ ഗെയിം ഇന്നലെ, അനീഷ് ആരാണെന്ന് ഇന്നലെ തെളിയിച്ചൊരു ദിവസം കൂടിയായിരുന്നു. മറ്റ് അപ്ഡേറ്റുകളുമായി വരാം. നന്ദി, നമസ്കാരം.